തൊട്ട് ആ സ്റ്റേഡിയത്തിന്റെ പുറംഭാഗത്തുള്ളിടത്താണ് ഇപ്പോൾ ഈ മിസൈൽ വീണ അല്ലെങ്കിൽ അവിടെ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത്തരം നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. कुछ ड्यूटी वाले कुछ ड्यूटी वाले പാകിസ്ഥാനിൽ നിന്നുള്ള ക്രോസ് ബോർഡർ ഷെല്ലിങ്ങിന്റെ ഭാഗമായുള്ള ദൃശ്യങ്ങൾ, ഈ ദൃശ്യങ്ങൾ ഏതാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കുന്നുണ്ടോ മിഥുൻ? ശ്രീജ, അതായത് ഇത് റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പുറത്തു നിന്നുള്ള സമീപത്ത് ഉണ്ടായിട്ടുള്ള ഡ്രോൺ അറ്റാക്കിൽ, ഇന്ത്യയുടെ അറ്റാക്കിൽ തകർന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അവിടെയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇന്നുണ്ടായ ഒരു ആക്രമണത്തിൽ തകർന്ന സ്ഥലങ്ങളാണ് കാണുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് അവിടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരം നടക്കേണ്ടതാണ്. റാവൽപിണ്ടി ഈ കാണുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന റാവൽപിണ്ടി സ്റ്റേഡിയം. അവിടെ രാത്രി 8 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള മത്സരം പെഷവാറും ഒപ്പം തന്നെ കറാച്ചിയുമായി ഇരു ടീമുകളും തമ്മിലുള്ള അവിടുത്തെ പ്രാദേശിക മത്സരം നടക്കുന്ന ടൂർണമെന്റ് നടക്കുന്ന വേളയാണ്. അവിടെ രാത്രി 8 മണിക്ക് ഇത് ഷെഡ്യൂൾ ചെയ്തതാണ്. അതിനു മുമ്പാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതിന് സമീപത്താണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. അവിടുത്തെ ആളുകൾ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ പൊടുന്നനെ ഡ്രോൺ വന്ന് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു സൈറൻ മുഴങ്ങുന്നു. അത് കേട്ട ഉടനെ ആളുകൾ കൂടുതൽ പരിഭ്രാന്തരാകുന്നു, ഓടി മാറുന്നു. ആ സമയത്ത് പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് അവിടുത്തെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് മത്സരങ്ങൾ മാറ്റാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നു മിഥുൻ. തീർച്ചയായും അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ ഒരു മാസമായി നടക്കുകയാണ്. പാകിസ്ഥാനിലെ വിവിധ സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ മത്സരങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്നത്തെ ഒരു മത്സരം കറാച്ചിയും ഒപ്പം തന്നെ പെഷവാർ, ഈ 2 ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടാനിരുന്നത്. ഇതിന്റെ ഒരു സാഹചര്യത്തിൽ ഈ പശ്ചാത്തലത്തിൽ മത്സരങ്ങൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ സാധിക്കില്ല എങ്കിൽ പോലും തന്നെ ഈ ഒരു അറ്റാക്ക് ഉണ്ടായതിനു ശേഷം മത്സരങ്ങൾ പൂർണ്ണമായും റദ്ദ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. PSL മാച്ചുകൾ ഇത്തരത്തിൽ പോസ്റ്റ്പോൺ ചെയ്യുക, അതല്ല എങ്കിൽ PSL മാച്ച് ഇത്തവണത്തെ 2025 മാച്ചുകൾ അവസാനിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവിടുത്തെ പാക് ക്രിക്കറ്റ് ബോർഡ് നീങ്ങുമെന്നുള്ള ചില വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റാവൽപിണ്ടി സ്റ്റേഡിയത്തിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒപ്പം തന്നെ അതിന് സമീപത്ത് തന്നെ മറ്റ് ഒരു ഡ്രോൺ അറ്റാക്ക് കൂടി നടന്നതായിട്ടുള്ള ഒരു വിവരങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ നമ്മൾ പുറത്തുവിടുകയും ചെയ്യും. ഒപ്പം തന്നെ ഇസ്ലാമാബാദിലും സമാനമായ രീതിയിൽ, അതായത് പാകിസ്ഥാന്റെ ക്യാപിറ്റലായിട്ടുള്ള ഇസ്ലാമാബാദിലും സമാനമായ രീതിയിൽ ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പ്രാദേശിക ജേർണലിസ്റ്റ്, ഒരു ലോക്കൽ ജേർണലിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ഇപ്പോൾ കാണുന്നതാണ്. ഇസ്ലാമാബാദിലെ സമീപത്തുണ്ടായിട്ടുള്ള ഒരു ഡ്രോൺ അറ്റാക്ക്, അത് ഡ്രോൺ തകർന്നു വീഴുന്ന പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവിടുത്തെ ലോക്കൽ ജേർണലിസ്റ്റ് വ്യക്തമാക്കുന്നത് ആദ്യം നമ്മൾ സ്ഫോടനം എന്ന് കരുതിയിരുന്നു. വിഷ്വൽസ് ഒക്കെ നേരത്തെ വന്നപ്പോൾ അതൊരു സ്ഫോടനം എന്നാണ് കരുതിയത്. പക്ഷേ സ്ഫോടനമല്ല, തകർന്ന് വീഴുന്ന ഒരു ഡ്രോണിന്റെയോ അല്ലെങ്കിൽ മിസൈലിന്റെയോ ഭാഗം അല്ലെ? അങ്ങനെയാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ ഒരു ലോക്കൽ ജേർണലിസ്റ്റ് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് പൊടുന്നനെ ഇത്തരത്തിലൊരു സൈറൻ മുഴങ്ങുന്നു, ആകാശത്ത് നിന്ന് സൈറൻ കേൾക്കുന്നു, സമീപത്തുള്ള ആളുകളൊക്കെ ആ സമയത്ത് പരിഭ്രാന്തരായി മാറുന്നു. ആ സമയത്തേക്ക് ഒരു ഡ്രോൺ വന്ന് പതിക്കുന്നു, പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്നതാണ്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിൽ. ഇതുപോലെ തന്നെ പാകിസ്ഥാനിലെ ലാഹോറിലും ഒപ്പം തന്നെ കറാച്ചിയിലെ വിവിധ ഭാഗങ്ങളിലുമായി സമാന രീതിയിൽ ഒരേ സമയം ഇത്തരത്തിൽ ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് വരുന്നത്. അത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രോണുകളൊക്കെ ഞങ്ങൾ വീഴ്ചതാണ് എന്നുള്ളതാണ്. പക്ഷേ അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ തെളിവുകളോ ഒന്നും തന്നെയില്ല. പക്ഷേ അവിടുത്തെ
ജനങ്ങൾ തന്നെ പറയുന്നു ഇത്തരത്തിൽ വലിയ സൈറണുകൾ മുഴുകുന്നു. ആ സമയത്ത് അവിടെ സൈന്യമോ അല്ലെങ്കിൽ മറ്റു പോലീസ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഉടൻ തന്നെ ഇത്തരത്തിൽ സൈറൺ മുഴുങ്ങിയതിനു ശേഷം ഡ്രോൺ വന്ന് നേരെ പതുക്കുകയും പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടാകുന്നത് എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലാഹോറിലെയും കറാച്ചിയിലെയും വിവിധ മേഖലകളിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്ത് ഇപ്പോൾ ഒരു സ്ക്രീനിൽ നമ്മൾ ആദ്യ സ്ക്രീനിൽ കാണുന്നത് ഇത്തരത്തിൽ ഇസ്ലാമാബാദിൽ ഉണ്ടായിട്ടുള്ള ഡ്രോൺ അറ്റാക്ക്, രണ്ടാമത്തത് റാവൽപിണ്ടിയിൽ സ്റ്റേഡിയത്തിന് സമീപത്ത് ഇന്ന് രാവിലെയോടെ ഉണ്ടായിട്ടുള്ള ആ ഡ്രോൺ അറ്റാക്ക്. ഈ രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.